ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് വീടുകൾ വെച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാർ വീട് വെക്കാനായിട്ടിരിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ യാതൊരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂലയിൽ അടുക്കള വരുന്നത് ഒട്ടും നല്ലതല്ല. അത് വാസ്തുപ്രകാരമായാലും ശരി തന്നെ, ഫെങ്ഷു പ്രകാരമായാലും ശരി തന്നെ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള അത് ഒട്ടും നല്ലതല്ല. അത് പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നുവെന്ന് പല വീടുകൾ കൺസൾട്ട് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വരരുത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പോൾ പിന്നെ എന്ത് റൂം വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഉപയോഗിക്കാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മാസ്റ്റർ ബെഡ്റൂം അത് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ഇത് കിച്ചൺ പണിയുകയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പണിയുകയോ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം പ്രധാന ഡോർ കൊടുത്തുകൊണ്ട് അവിടെ സിറ്റൗട്ട് പണിയുകയോ അതല്ലെങ്കിൽ അവിടെ കാർ പോർച്ച് പണിയുകയോ ചെയ്യുന്നത് ഫെങ്ഷു പ്രകാരമോ വാസ്തുപ്രകാരമോ ഒട്ടും നല്ലതല്ല. ഇത് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഡൈവേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമായി കാണാറുണ്ട്. ഒരു കാരണവശാലും ഈ ഭാഗത്ത് നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ ആ ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫൈബറോഡ് വിൻചെയും വാങ്ങിച്ച് ടോയ്ലറ്റിനകത്ത് സ്ഥാപിക്കുന്നത് ഇതിൻ്റെ ഒരു പരിഹാരമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വളഞ്ഞ കത്തി, അരിവാളോ അല്ലെങ്കിൽ കൊങ്കിയോ പോലുള്ളൊരു വളഞ്ഞ കത്തി അതിനകത്ത് വയ്ക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്കൊരു റെഡ് ലൈറ്റ് സ്ഥാപിക്കാം. അത് കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഐക്യത്തിനും വിവാഹത്തിനുമൊക്കെ നല്ലതായിട്ട് പല പ്രോഗ്രാമിലും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2022 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ വർഷം ഫെങ്ഷുവിലെ ആനുവൽ സ്റ്റാർ എന്ന് പറയുന്ന 2 സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഈ ഭാഗത്ത് നിങ്ങൾ റെഡ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം കൂടുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് പ്രോഗ്രാം കണ്ടിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചില വീടുകളിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എന്തെങ്കിലും ആ പ്രോഗ്രാം കാണാത്ത ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്നവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റെഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വർഷത്തേക്ക് അത് ഓഫ് ചെയ്യണം. അടുത്ത വർഷം ഫെബ്രുവരിക്ക് ശേഷം ഫെബ്രുവരി തൊട്ട് ആ ലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു ടൂൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. ഇത് ഒരു വിക്ടറി ഹോഴ്സ് ആണ്. വിക്ടറി ഹോഴ്സ് എന്ന് പറഞ്ഞാൽ 2 കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയാണ്. ഇതിൽ ഒരു വെൽത്ത് സിമ്പലും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 2 ഡയറക്ഷനിൽ വെക്കാവുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ. ഒന്ന്, നിങ്ങളുടെ വീട്ടിൻ്റെ പ്രധാന ഡോറിൽ നിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ നിന്നും ഉള്ളിലേക്ക് വരുന്നതായിട്ട് വെക്കാം. അതായത് വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിര നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നതായിട്ട് ഒരു സിംബോളിക്കായിട്ട് അത് വെക്കാം. അതല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഭാഗത്ത് നിങ്ങൾക്കിത് വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പുറത്തേക്ക് ഓടിപ്പോകുന്ന രീതിയിൽ വരാൻ പാടില്ല, ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുതിര വയ്ക്കുന്നത് നിങ്ങൾക്ക് സമ്പത്തിനും വിജയത്തിനും പേരിനും പ്രശസ്തിക്കും ഒക്കെ ഇത് കാരണമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.